ഇത് ഈ കഥയുടെ തുടക്കമല്ല, ക്ലൈമാക്സ് ആണ്. ഇത് ഇവരുടെ കഥയാണ്. എല്ലാവരും പോലെ ഇവർക്കും ഉണ്ട് പറയാനൊരു കഥ. ഇത് രാഹുൽ. എടാ, അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടടാ. നിന്റെ ആ ഫ്രണ്ടില്ലേ ഗോകുൽ, അവൻ ആള് ശരിയല്ലടാ. നിനക്ക് അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടടാ. അതെ അല്ലേ? അവനാള് ചീത്തയാ. നീയേ ഒരു കാര്യം ചെയ്യ്, ഞാൻ നിനക്ക് 10 മിനിറ്റ് സമയം തരാം. ഇവിടുന്ന് ഇറങ്ങി ഓടിക്കോ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ തല്ലും. ഇതാണ് രാഹുൽ. ഗോകുലിനെ കുറിച്ച് ആരും കുറ്റം പറയുന്നത് ഇവനിഷ്ടമല്ല. ഈ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന പയ്യൻ മറ്റാരുമല്ല, ഇത് ഞാൻ തന്നെ, ഗോകുൽ. കിട്ടിടാ, കിട്ടി. കിട്ടിയാ? കപാലിന് ടിക്കറ്റ് കിട്ടിയാ? 2 ടിക്കറ്റ് കിട്ടി. 2? ആടാ, ഓ, രാഹുലിന്? നമുക്ക് പോവാടാ, നമുക്ക് പോവാം. നമുക്കവന്ന് നാളെ ഞാൻ കഥ പറഞ്ഞു കൊടുക്കാം. ഇല്ലടാ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലെങ്കും പോയിട്ടില്ല. നീ നിൻ്റെ ആളൂടെ പൊക്കൂ, ഞങ്ങൾ വേറെ ദിവസം പൊക്കോളാം. നീ സന്തോഷിക്ക്, നിങ്ങൾ പോയിട്ട് വാ. ഇത് അജയ്, കൂട്ടത്തിൽ പഠിപ്പിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളധികം കൂടെ കൂട്ടാറുമില്ല. നിക്ക്, ഹീറോയിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. ഇത് ആതിര, ഞങ്ങളുടെ 3 പേരുടെയും ബെസ്റ്റ് ഫ്രണ്ടാണ്. ഐ മീൻ ഞങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ട്. കാണാൻ സുന്ദരി, പോരാത്തതിന് ഞങ്ങളുടെ ക്ലാസ്മേറ്റ് കൂടിയാണ്. ഹലോ, ഞങ്ങൾ ഗ്രൗണ്ടിലോട്ട് വന്നോളാടാ. ശരി. ആരുടെ ഫോണിൽ? നിത്തിനാടാ, കളിക്കാൻ വിളിച്ചതാ. എന്തുവാടാ ഫോണിലൊരു കളി? ഏയ്, ഒന്നുമില്ലടാ. പുതിയ ആരും കിട്ടിയാണോ? അതൊക്കെ ഞാൻ നേരത്തെ നിർത്തി. പിന്നെ ബ്രോ,
ഞാൻ നിന്റെ ആരാ? ആ എടാ ഞാൻ സീരിയസാ ഇതൊക്കെ പറയണ്ടാണോ? നമ്മളൊക്കെ പറയണ്ടേ ഫ്രണ്ട്സ് അല്ലേ? നീ കാര്യം പറ. ബ്രോ. എനിക്കൊരു ഹെൽപ്പ് വേണണ്ട. നീ കാര്യം പറ. എനിക്ക് ഒരു പെണ്ണിനെ ഇഷ്ടമാടാ. അതിനെന്താ, ഇഷ്ടപ്പെട്ടോ? എന്നിട്ട് കഷ്ടപ്പെട്ടോ? എടാ ഞാൻ സീരിയസാ. സിൻസിയർ ആണോ? എടാ എനിക്ക് അവളും ജീവനാടാ. നീ ആളാരെന്ന് പറ. എടാ അത് നമ്മുടെ ആതിരയാടാ. നീ വേണം ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒരുമിപ്പിക്കാൻ. പിന്നെന്താ? ശരിക്കും താങ്ക്സ് മച്ചാനേ. ഞാൻ ഇപ്പോൾ വരാവേ. എന്താണ് കാലത്തോട്ട് ഭയങ്കര പഠിപ്പാണല്ലോ. അങ്ങനെയൊന്നുമില്ലടാ. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി, അയ്യോ കാക്കച്ചി കൊത്തി പോയി. എന്തൊക്കെയായിരുന്നു. അങ്ങനെ ആ വണ്ടിയിലോ ആള് കയറി. ഒന്ന് പോടാ. എന്തു പറ്റിയടാ? ഒന്നുമില്ലടാ. എനിക്കറിയാം നിനക്ക് അവളെ ഇഷ്ടമല്ലേ. കുറച്ച് മെല്ലെ പറടാ, അവൻ കേൾക്കും. ശരിയാ, എനിക്ക് അവളെ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം അവൻ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിനി അവളെ വേണ്ടടാ. എടാ എന്ത് മനുഷ്യനാടാ നീ? വെല്ലോരത്തിന് വേണ്ടി സ്നേഹിച്ച മണ്ണിനെ എന്തിനാടാ വിട്ടുകൊടുക്കുന്നത്? നീ കാണാന്ന് പറഞ്ഞ് എന്തിനാടാ ജീവിക്കുന്നത്? എടാ പക്ഷേ അവൻ അവളെ ജീവനല്ലടാ. അപ്പോൾ നിനക്കോ? എനിക്ക് രണ്ടുപേരും ഒരേപോലെടാ. എടാ നീ പേടിക്കണ്ട, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. എങ്ങനെ? നീ അവളെ പ്രപ്പോസ് ചെയ്യും, എന്നിട്ട് അവളെ റിപ്ലൈ നോക്ക്. അവള് നോ പറഞ്ഞ? അതപ്പോൾ നോക്കാം. നീ അതേ അവളെ പ്രപ്പോസ് ചെയ്യും. എടാ അപ്പോൾ അവൻ ഒന്ന് പറ, നീ ജീവിക്കാൻ പോകുന്ന അവളുടെ കൂടെയാണോ അവൻ്റെ കൂടെയാണോ? നീ പ്രാക്ടിക്കലായി ചിന്തിച്ചു നോക്കടാ. വെള്ളമടിച്ച് കോൺ തിരിഞ്ഞ് പാതിരായ്ക്ക് വീട്ടിൽ വന്ന് കയറുമ്പോൾ ചെരുപ്പൂരി കാലമടക്കി ചുമ്മാ തൊഴിക്കാനും തുലാവർഷ രാത്രികളിൽ ഒരു പുതപ്പിനടിയിൽ സ്നേഹിക്കാനും എൻ്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റാനും ഒടുവിൽ ഒരു നാൾ വടിയായി തെക്കേപ്പറമ്പിലെ പുളിയന്മാവിൻ്റെ വിറകിനടിയിൽ എരിഞ്ഞ് തീരുമ്പോൾ നെഞ്ച് തല്ലി കരയാനും എനിക്കൊരു പെണ്ണിനെ വേണം. ഇവനെന്താ ഇവിടെ? വിളിച്ചു നോക്കാം. ഓ ഹാങ് ആവാൻ കണ്ട നേരം. ഹലോ. ഹലോ, എവിടെയാടാ നീ? ഞാനൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാടാ. ഫ്രണ്ടിൻ്റെ വീട്ടിലോ? ഏത് ഫ്രണ്ട്? ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാടാ. ഹലോ 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 ഹലോ. ഹായ്.
ഞാൻ ലേറ്റായോ? ഇല്ല, എന്താ കാണണമെന്ന് പറഞ്ഞേ? ഞാൻ പറയാം, ഒന്നിരിക്കുമോ? എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? എടി, അത് എനിക്കൊന്ന് ചെറുപ്പം തൊട്ട് അറിയാം. നീ എൻ്റെ പല കുറവുകളിലും കൂടെ നിന്നിട്ടുണ്ട്. സോ എന്നും നിൽക്കുമോ? എന്താ മനസ്സിലായില്ല? നീ എന്താ ഉദ്ദേശിച്ചേ? എടി, എനിക്ക് നിന്നെ ഇഷ്ടം. ഐ ലവ് യു. ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി. ഹലോ. ആ അതെ. ആ ശരി എന്നാ. ഓക്കെ, ശരി എന്നാ, ഞാൻ ആലോചിച്ചിട്ട് പറയാം. എന്നാൽ പോയിട്ട് വരട്ടെ. ബൈ. ആവശ്യമില്ല ഇപ്പോൾ ഇവനൊക്കെ വിളിച്ചാൽ കിട്ടത്തില്ല. ആ, എല്ലാവരും ഉണ്ടല്ലോ. എന്താടാ, എന്തു പറ്റി? ഞാൻ നിന്നെ എന്തെങ്കിലും കാര്യത്തിന് ചതിച്ചാ നീ എന്നെ എന്ത് ചെയ്യും? എന്തുവാടാ, രാവിലെ വല്ല കൂറ സീരിയലും കണ്ട? നിന്നോടല്ല ഞാൻ ചോദിച്ചടാ, നീ പറ. പറച്ചലൊന്നുമില്ല, ഞാൻ 2 പൊട്ടിക്കും. നീ ഇന്ന് ഉച്ചയ്ക്ക് എവിടെ പോയതാ? ഞാൻ പറഞ്ഞില്ലടാ, ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ പോയതാ. ഫ്രണ്ടിനെ കാണാൻ പോയി. നീ എങ്ങനാടാ ഉച്ചയ്ക്ക് പാർക്കിൽ വരുന്നത്? മാറിക്കാ. എന്തുവാടാ, നീ കാര്യം പറ. മിണ്ടി പോകരുത് നീ. ഇത്ര നാളും കൂടെ നടന്ന് നിനക്ക് എന്നെ മനസ്സിലായില്ലേ അല്ലേ? നിനക്ക് അവളെ ഇഷ്ടമായിരുന്ന ഒരു വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരുന്നു, വിട്ടു തന്നല്ലോടാ. കാര്യം പറയടാ. നിനക്ക് മനസ്സിലായില്ലേ? ആദ്യയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിർത്തടാ. അതെ, എനിക്ക് അവളെ ഇഷ്ടാ. നിന്നെക്കാളും വേറെ ആരെക്കാളും എനിക്ക് അവളെ ഇഷ്ടാ. അന്ന് നീ ഇഷ്ടാന്ന് പറഞ്ഞല്ലേ, അപ്പൊ നിനക്ക് വിട്ടുതരാന്ന് വിചാരിച്ചേ. പക്ഷെ നീ എന്നെ തല്ലാൻ വന്നല്ലേ, കാണിച്ചു തരാടാ. നീ ആലോചിച്ച് വെച്ചോടാ, വിട്ടു തരില്ലേ അവളെ. കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഡാ നില്ലടാ, പോവാതടാ ഡാ. എടാ എന്താടാ ഇത്? ഞാൻ ആദ്യമായിട്ട് നിങ്ങൾ അടികൂടുന്ന കാണുന്നത്. ഞാൻ വിട്ടു കൊടുക്കൂലടാ. ഇത് അവളെ കുറിച്ചല്ലേ? എന്നാലും അവനെന്നെ തല്ലിയില്ല.
കാണണമെന്ന് പറഞ്ഞ നീ എന്താ അവനെ അടിച്ചെന്ന് കേട്ടല്ലോ? നീ അതെങ്ങനെ പറഞ്ഞു? ആ അതൊക്കെ ഞാൻ അറിഞ്ഞു. സെന്റിമെന്റ് വർക്കൗട്ട്. എടി എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എനിക്ക് നിന്നെ ഇഷ്ടമാടി എന്ന് വെച്ചാൽ നീ എൻ്റെ കൂടെ എനിക്ക് ഫുൾ ടൈം ഹാപ്പിനെസ് ആയിരിക്കും. ഞാൻ പറയുന്നത് കേൾക്ക്. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, നീ എൻ്റെ ലൈഫിലുണ്ട് എനിക്ക് ഫുൾ ടൈം ഹാപ്പിനെസ് ആയിരിക്കും. നീ നിൽക്കുമോ? എനിക്ക് ടൈം വേണം. നിനക്കറിയാലോ ഇന്നലെ അവനും എന്നെ പ്രപ്പോസ് ചെയ്തു. സോ എനിക്ക് ടൈം വേണം. എങ്കിലും ഒരു ചാൻസ് കാണില്ലേ? മേ ബി. ഹലോ. ആ ഇതാ ഞാൻ വരുന്നു. ആ ഇപ്പോൾ വരും. ആ വരുന്നു. ഓക്കെ. ഞാൻ ആലോചിച്ചിട്ട് പറയാം. ശരിടി. ശരി എന്നാ. ഓക്കെ. ബൈ. ബൈ. സ്റ്റഫൊന്നും കിട്ടിയില്ലടാ, തീർന്നു മയിര്. വാ പി ജിയിലോട്ട്. നമ്മൾ തമ്മിലുള്ള പ്രശ്നം നമുക്ക് സംസാരിച്ച് തീർത്തൂടെ? നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? എടാ ഞങ്ങളുടെ കൂടെ പിണങ്ങിത് പോട്ടെ, നീ എന്തിനാ കഞ്ചാവിൻ്റെ കൂടെ കയറിയിരിക്കുന്നത്? വാടാ എണീക്ക്. എന്താണ് നിന്റെ പ്രശ്നം? നീ ആരാ അവനെ പിടിക്കാൻ? എന്താണ് നിന്റെ പ്രശ്നം? അവൻ എൻ്റെ ഫ്രണ്ടാ. അവനെ ഞാൻ അടിക്കും, വേറൊരുത്ത അടിക്കാൻ സമ്മതിക്കില്ല. കേട്ടോടാ? വാടാ. പോയിട്ട് പോട്ടാ കഞ്ചാവ്. കഞ്ചാവെന്ന നന്ദിയെങ്കിലും കാണിക്കാ പന്നി. എണീച്ച് പോടെ. എടാ നിന്റെ തലയ്ക്ക് ഓളമുണ്ടോ? പോയി പോയി അവനോട് ഒക്കെ ഇരിക്കുന്നത്. ശരി, നിങ്ങൾ തന്നെ സംസാരിക്കും, എനിക്കൊരു കോള് വരും. നമ്മളെന്തിനാ വെറുതെ ഒരു പെണ്ണിന് വേണ്ടി അടികൂട്ടുന്നത്? ശരിയാടാ, നിനക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ ചെറുപ്പത്തിൽ പോലും ഇതൊരു അടി കൂടിയിട്ടില്ല. അവളെ നീ എടുത്തോടാ, എനിക്ക് വേണ്ട. അയ്യോ വേണ്ടടാ, അത് ശരിയാവില്ല. ഇല്ലടാ, ഞാൻ കാരണം ഇത്ര പ്രശ്നം ഉണ്ടായത്. അവളെ നീ എടുത്തു. ഇല്ലടാ, നമുക്ക് വേണ്ട. നമുക്ക് എടാ അവളെ വേണ്ട. ഒരു കാര്യം ചെയ്യാം, ഞാനിതിലെ പഴയ പടം കണ്ടു, ഹരികൃഷ്ണൻസ്. നമുക്ക് അതിലെ പോലെ ചെയ്താലോ? അവളുടെ ഇടയ്ക്ക് ചോദിക്കാൻ നമ്മളിൽ ആരെയും ഇഷ്ടമെന്ന്. മറ്റാൾ ഫ്രണ്ടായിട്ടിരുന്നാൽ പോരെ? ഏ ഏ ശരി, അത് മതി. എന്താടാ? ഞങ്ങൾ തീരുമാനത്തിലെത്തിയടാ. ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. ഹലോ ആതിര, എടി ഞങ്ങളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. നീ തീരുമാനിക്കേ ഞങ്ങൾ ആരെയാണ് വേണ്ടതെന്ന്. മറ്റേ ആൾ എന്ത് നിൻ്റെ കൂടെ നല്ല ഫ്രണ്ടായിട്ടിരിക്കും. ഓക്കെ, നീ നാളെ പാർക്കിൽ വാ. ശരി. ഇന്നാണ് ആ ദിവസം. ഞാൻ പറഞ്ഞില്ലേ ആ ക്ലൈമാക്സ്. രണീക്ക് എടി ഞങ്ങളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അതെ, നമ്മൾ 3 പേർക്കും അത് നല്ലതാണ്. ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് 3 പേർക്കും ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. നീ ഇന്നലെ സിനിമ ഉണ്ടോ? ആ ഹരികൃഷ്ണൻസ് അല്ലേ? അതെ. സംഗതി ഇങ്ങനെയൊക്കെ നടക്കണമെന്ന് ഞങ്ങളും ആഗ്രഹിച്ചതെങ്കിലും നടന്നത് മറ്റൊന്ന്. ഈ കഥയുടെ ക്ലൈമാക്സ് കുറച്ച് നേരത്തെ കഴിഞ്ഞു പോയി.
ഹലോ, ഹലോ. അവനുണ്ടോ അവിടെ? ആ അതെ. പ്രപ്പോസ് ചെയ്തോ? ആ നാളെ പറയാന്ന് പറഞ്ഞു. ശരി എന്നാ. ഓക്കെ. എന്നാലും അവനെന്നെ തല്ലിയില്ല. പോട്രാ. ഹലോ, ഹലോ. പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞോ? ആ ഇതാ ഞാൻ വരുന്നു. ഞാൻ അവിടെ പണ്ട്, നീ ഇങ്ങോട്ട് ആ വരും. വരും. ഓക്കെ. ശരി. പോവാം. സമയമാകുമ്പോൾ വീട്ടുകാരോട് ചിട്ടിച്ചോളൂ. അവൻ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല. ചിലപ്പോൾ ഞങ്ങൾ അവനെ അവോയ്ഡ് ചെയ്തതിന് അവനൊന്ന് പ്രതികരിച്ചതായിരിക്കും. അജയുടെ പ്രതികാരം. തേച്ച പെണ്ണെ സ്വന്തമാക്കാൻ പറ്റില്ല ആണെന്ന് പറഞ്ഞ എന്തിനാണ് ജീവിക്കുന്നത്? എന്നിട്ട് അവളുടെ റിപ്ലൈ നോക്ക്. നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? നമ്മൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ നമുക്ക് പറഞ്ഞു തീർത്താ പോരാ. നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? നമ്മൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ നമുക്ക് സംസാരിച്ച് തീർത്താ പോരാ. ഞങ്ങളുടെ ഇവിടെ പിണയുന്നു. എന്താ പ്രശ്നം? സൂപ്പർ